ഇതിൻ്റെ മേലെ ഇപ്പോൾ റൈസ് ഇടും. നറുനെയ്യ് അതിൻ്റെ മേലെ വിതറിയിട്ടുണ്ട്. നാട്ടിൽ പണ്ട് ഓർമ്മയുണ്ടോ, ബിരിയാണീൻ്റെ കൂടെ ഒരു പുഴുങ്ങിയ മുട്ട കിട്ടുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതിപ്പോൾ നിർത്തിയിട്ടുണ്ട്. നമ്മളെല്ലാം എവിടെയും കിട്ടുന്നില്ല. പക്ഷേ ഇവിടെ ഒരു മുട്ടയ്ക്ക് 10 രൂപയാണ്. ബിരിയാണീൻ്റെ കൂടെ ഈ മുട്ട ഫ്രീ ആയിട്ട് കൊടുക്കും. തക്കാളി, பட்டை, லவங்கம், ஏலக்காய், பச்சை மிளகா, ரோஸ்ட் ஆன பின்னாடி வெங்காயம் ரோஸ்ட் ஆன பின்னாடி இஞ்சி பூண்டு பேஸ்ட்டு, தக்காளி மசாலா. ஒரு 5 நிமிஷம் அதுக்குள்ளே அப்புறம் ரைஸ் போடுவாங்க இல்லையா? അപ്പോൾ ഇത് மட்டும்தான் എനിക്ക് റെഡി ആവണം. മീതിയെല്ലാം റെഡിയായി ഇരിക്കും. ഈ ഒരു ചേരുവയിലേക്ക് നമ്മൾ ചിക്കൻ ഇടാൻ പോവാണ്. ദമ്മ മാതിരി ദമ്മ ആണെങ്കിൽ ദമ്മതാ ലെഗ് പീസാണ് അധികമുള്ളത്. ലെഗ് പീസാണ്. ഇവിടെ പ്രത്യേകത രാവിലെ ഒന്നുമില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, വൈകുന്നേരം ഒന്നുമില്ല. പിന്നെ ഈ ഉച്ച മുതൽ ഒരു 4 മണി വരെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കും. മട്ടൺ ബിരിയാണി, ചിക്കൻ ബിരിയാണി, തലക്കറി, കുടൽ, പിന്നെ നാട്ടുകോഴി, മട്ടൺ സുക്ക ഇருக்கு തമിഴ്നാട്ടിലെ കുടൽ. അപ്പോൾ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ പീസ്. കുറച്ച് ഉപ്പിടുന്നുണ്ട്. എന്നിട്ടാണ് വെള്ളം പാകത്തിന് വെള്ളം എന്ന് പറയും. ഇവർക്ക് അതെല്ലാം കൃത്യമാണ്. അതിൻ്റെ സ്ഥിരമായി ഈ പാചകം ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ എത്ര വെള്ളം ഒഴിക്കണം, എത്ര ഇതിൽ ചേരുവ വേണം എന്നൊക്കെ കൃത്യമായിട്ട്. നെയ്ച്ചോറ് ആദ്യം ഒരു അരിപ്പ പോലെയുള്ള പാത്രത്തിൽ അതിൽ വെള്ളം കുറച്ചുകൂടി ചോർന്നു പോകാൻ വേണ്ടിയാണ് പിന്നെ അരി ഇട്ട് വെച്ചത്. ഇതിൻ്റെ മേലെ ഇപ്പോൾ റൈസ് ഇടും. റൈസ് ഇട്ട് കഴിഞ്ഞു. ഇനി അതിൻ്റെ ഒരു രീതി. റൈസ് ഇത്ര മതിയാണ്. ഇവളും ஒரு kg ரைஸ் அது போதும். இப்போ இதுக்கு எத்தனை பிளேட்டு அப்படி ஒரு கணக்கு இருக்கா? நமக்கு வந்து 8 பிளேட் வரும். 8 பிளேட் 9 பிளேட். 9 പ്ലേറ്റ്. ഇതെന്താണ്? ഇത് മട്ടൺ മൊത്തത്തിൽ തമിഴ്നാട്ടിൽ മട്ടണും ചിക്കണും. മട്ടൺ തന്നെയാണ് മുഖ്യം. അത് കഴിഞ്ഞിട്ടേ ചിക്കൻ വരുന്നുള്ളൂ. ഇത് തന്നെയാണ് അത് മുതൽ പോട്ടെ. നെയ്യ് നറുനെയ്യ് അതിൻ്റെ മേലെ വിതറിയിട്ടുണ്ട്. മട്ടൺ അത് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അടുക്കള ജോലി എന്ന് പറയുമ്പോൾ ഇതിന് നമ്മളെ മേശപ്പുറത്ത് വന്ന് ഇരിക്കുകയല്ലേ നമ്മൾക്ക് വേണ്ടൂ. പക്ഷേ ഇതിന് പിന്നിലുള്ള ജോലി പിന്നാമ്പുറത്ത് അടുക്കളയിൽ പോയി നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. നാട്ടിൽ പണ്ട് ഓർമ്മയുണ്ടോ, ബിരിയാണീൻ്റെ കൂടെ ഒരു പുഴുങ്ങിയ മുട്ട കിട്ടുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതിപ്പോൾ നിർത്തിയിട്ടുണ്ട്. നമ്മളെല്ലാം എവിടെയും കിട്ടുന്നില്ല. പക്ഷേ ഇവിടെ ഒരു മുട്ടയ്ക്ക് 10 രൂപയാണ്. ബിരിയാണീൻ്റെ കൂടെ ഈ മുട്ട ഫ്രീ ആയിട്ട് കൊടുക്കും. അതാണ് ഒരു മുട്ടേൻ്റെ തോല് പൊളിക്കുക. അപ്പളം ഇത് ബിരിയാണിയുടെ കൂടെ അപ്പളം ഇരിക്കമ്മ അതില്ല. ഇത് നമ്മ സാപ്പാടുക്ക് കൊടുക്കണം. ചിക്കൻ ബിരിയാണി തന്നെ. ചിക്കൻ ബിരിയാണി ഇത് കണ്ടോ, മുട്ട അപ്പോൾ പ്ലേറ്റിൽ പോടുമ്പോൾ മുട്ട പോടും. ഇപ്പം മുട്ട വെക്കാം. ഒരു പ്ലേറ്റ് റെഡി ആയിരിക്കും. ഒരു മുട്ട അതുക്കുള്ള പോടുക അവർ. ഫ്രീ മുട്ട. ഓക്കെ, ഫ്രീ. ഇതാണ് ഒരു ബിരിയാണി. 120 രൂപ ഒരു പ്ലേറ്റ്. എത്ര പീസ് ഇരിക്കും മട്ടൺ? ஒரு 3 பீஸ் இருக்கும். ഓഹോ, 200 3 പീസ്. ഇതിൽ മുട്ട ഫ്രീ. റൈറ്റ്. അപ്പോൾ മട്ടൺ ബിരിയാണി, ചിക്കൻ ബിരിയാണി നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ചിക്കൻ ബിരിയാണി കടൽപ്പാറ. അതിനൊരു പീസ് ഒന്ന് എടുത്ത് കാണിക്കുക ചേച്ചി. 10 നമുക്ക്. ഇതാണ് പാര. നമ്മളെ നാട്ടിൽ പാര എന്ന് പറയും. നമ്മളെ നാട്ടിൽ പാര എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഇതന്നെ പുളി. അതേ പറയാതെ ഇരിക്കാൻ നിവൃത്തിയില്ല. തമിഴ്നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുളമ്പാണ് പുളിക്കുളമ്പ് എന്ന് പറയും. പുളിയാണ് അതിൽ മുഖ്യ ഇനം. അതുകൊണ്ടാണ് പുളിക്കുളമ്പില്ലാത്ത സാപ്പാടില്ല. രസം. തൈര് റെഡിയായി. ഫ്രഷാ. ഇതും ഫ്രഷ് കേട്ടോ തൈര്. ഇത് പറയുന്നത് ഒരു പിന്നെ വേണ്ടാത്ത സാധനങ്ങൾ ഉപയോഗിക്കുന്നില്ല. ഉങ്ങളെ തൈര് കൊഞ്ചം ടേസ്റ്റ് பண்ண முடியுமா? கொஞ்சம் போதும். നോക്കട്ടെ. கொஞ்சம் ഉപ്പ് തേവയാണ്. കണ്ടിപ്പാ ഉപ്പ് വേണം ഇല്ലേ? கொஞ்சம் പോതും ഉപ്പ്. ഈ ചൂട് കാലത്തുണ്ടല്ലോ
മോര് സാധവും തൈര് സാധവും എന്നെല്ലാം ചൊല്ലുവാங்க. തൈരിൽ വേറെയും ചേർക്കും പല സാധനങ്ങളും. ഇത് നമ്മൾ തൈര് മാത്രമാണ് കഴിക്കുന്നത്. അവർ പറഞ്ഞ സത്യമാണ്, ഒറിജിനൽ തൈര് തന്നെ എന്ന് വിചാരിച്ച് വേറെ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് എന്നല്ല പറയുന്നത്. ശുദ്ധமான തൈര് அப்படி சொல்லலாம். രസം ഇത് ബീട്രൂട്ട് ചട്നി. ബീട്രൂട്ട് ചട്നി അത് വെണ്ടക്ക പൊരിയൽ അത് സൈഡ്. ഓ ഡെയിലി മാറി മാറി നമ്മൾക്ക് ഈ അമ്മയെ പരിചയപ്പെടാം. പുഷ്പ അവരാണ് ഇവിടുത്തെ അടുക്കളയിലെ പ്രധാനപ്പെട്ട ആൾ. അടുക്കള ക്യാപ്റ്റൻ എന്ന് നമുക്ക് പറയാം ഈ പുഷ്പ ആൻറ്റിയെ. അവരാണ് എല്ലാം. അതുകൊണ്ട് അവർക്കെല്ലാം അറിയാം. എപ്പോഴും ഇങ്ങനെ അടുക്കളയിൽ നമ്മൾ ഇതിൻ്റെ മുന്നിലൊരു ബോർഡുണ്ട് സാർ. അതായത് നമ്മളെ നാട്ടിൽ നാടൻ, ഇപ്പോൾ കൂണ് പോലെ നമ്മളെ നാട്ടിലുണ്ടല്ലോ നാടൻ ഊണ്, അതുപോലത്തെ ഒരു സ്ഥലമാണ് ഇവിടെ. നാടൻ മാത്രമേ കിട്ടൂ. എത്രയോ നമ്മളെ മലയാളി സുഹൃത്തുക്കൾ ഇവിടെ തിരുപ്പൂരിൽ വരുന്നുണ്ട് പല കാര്യത്തിന്, ബിസിനസ് കാര്യത്തിന്. അപ്പോൾ വരുമ്പോഴെല്ലാം ഈ മിഥുൻ മെസ്സിനെ മറക്കണ്ട. ഇവിടെ നാടൻ ഭക്ഷണം നിങ്ങൾക്ക് ധൈര്യമായി കഴിക്കാം. കലർപ്പില്ല, മായമില്ല, മന്ത്രമില്ല, അങ്ങനെ ഒരു സ്ഥലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും തിരുപ്പൂർ വളരെ റെയിൽവേ സ്റ്റേഷൻ്റെ വളരെ അടുത്താണ് ഈ മിഥുൻ മെസ്സ്. പ്രകാശ് അണ്ണനും ഷഹാബുദ്ദീൻ എന്ന് പറയുന്ന ഒരാൾ കൂടിയാണ് ഇത് നടത്തുന്നത്. ഒരു 6-7 മാസമേ ആയിട്ടുള്ളൂ തുടങ്ങിയിട്ട്, എന്നാൽ പോലും അത് ഹിറ്റാണ്.